നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന ടൈപ്പ് ഓഫ് ബിസിനസ്സാണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത്. എന്താണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം പല വിധേനയുള്ള കാരണങ്ങളാൽ ഇൻഡസ്ട്രി വളർന്നിട്ടുണ്ട്, പലതരത്തിലുള്ള റെവല്യൂഷൻസ് സംഭവിച്ചിട്ടുണ്ട്, ഒരുപാട് ക്യാപിറ്റലൊക്കെ ആൾക്കാരിൽ നിന്നും സ്വീകരിക്കാനായിട്ട് പല ഓപ്ഷൻസ് ഉണ്ട്. ഇത്തരത്തിൽ പല വിധേന പലതരത്തിലുള്ള ലാർജ് സ്കെയിൽ ഓപ്പറേഷൻസ് ഇന്ന് കൂടി വരികയാണ്. നല്ല റിസ്ക് ഉള്ള, ഒരുപാട് പണമൊക്കെ ഇൻവോൾവ് ആവുന്ന, ഇപ്പോൾ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിനെ ഇപ്പോൾ സംബന്ധിച്ചിടത്തോളം വളരെ കുറച്ച് ക്യാപിറ്റൽ മതി, കുറച്ച് ആൾക്ക് ഒരാളിൽ വെച്ചിട്ട് അയാളുടെ മാനേജറിയൽ സ്കിൽ ഉപയോഗിച്ച് അയാൾ അൺലിമിറ്റഡ് ലയബിലിറ്റിയിൽ ചെയ്യുന്നതാണ്. ഈ ലിമിറ്റേഷൻസ് ഒക്കെ മറികടക്കാൻ വേണ്ടിയിട്ട്, പാർട്ട്ണർഷിപ്പിന്റെ ലിമിറ്റേഷൻസ് ഒക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു ഫോം ഓഫ് ഓർഗനൈസേഷൻ ഫോം ചെയ്തിരിക്കുകയാണ്. ദാറ്റ് ഈസ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. എന്താണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ മീനിങ് എന്ന് നമുക്ക് നോക്കാം. ലാർജസ്റ്റ് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത്. കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ പോലെ ആക്ട് ചെയ്യുന്ന, സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ഉള്ള, കോമൺ സീലൊക്കെ ഉള്ള ഒരു സംഭവമാണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത്. കമ്പനീസ് ആക്ട് 2013 പ്രകാരമാണ് ലേറ്റസ്റ്റ് ആയിട്ട് കമ്പനീസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. കമ്പനി വോളണ്ടറി അസോസിയേഷൻ ഓഫ് ആൾക്കാർ ഒരുമിച്ച് ചേർന്ന് ഒരു കോമൺ പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും കമ്പനി ഫോം ചെയ്തിരിക്കുന്നത്. പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള ബിസിനസ്സുകൾ ക്യാരി ഓൺ ചെയ്യുന്നത് പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ്. ചാരിറ്റബിൾ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് വളരെ കുറച്ച് തരത്തിലുള്ള കമ്പനീസ് ഒക്കെ ഫോം ചെയ്യാറുള്ളൂ. മോസ്റ്റ് ഓഫ് ദ കേസിലും ഇത്തരത്തിൽ പല രീതിയിൽ പ്രോഫിറ്റ് മോട്ടീവോടുകൂടി വേണ്ടി മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള ബിസിനസ് ഫോംസ് ക്യാരി ഓൺ ചെയ്യുക. അപ്പം നമ്മളിപ്പോൾ എന്താണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്നൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി. മറ്റുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ജോയിന്റ് സ്റ്റോക്ക് കമ്പനി കുറച്ച് വലുതാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ജോയിന്റ് സ്റ്റോക്ക് കമ്പനി 2013 കമ്പനീസ് ആക്ട് പ്രകാരമാണ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. അതേപോലെ തന്നെ അതൊരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ഉണ്ട്, കോമൺ സീലൊക്കെ ഉള്ള, സെപ്പറേറ്റ് ഒരു മനുഷ്യനെ പോലെ തന്നെയുള്ള ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് കമ്പനി എന്ന് പറയുന്നത്. ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ക്യാപിറ്റൽ പല പല പാർട്ടായിട്ട് ഷെയർ ചെയ്യപ്പെട്ടിരിക്കും. അതിനെയാണ് ഷെയർസ് എന്ന് പറയുന്നത്. ആൾക്കാർ ഈ ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യും, പൈസ കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യും. അങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നു. കമ്പനിയിൽ പബ്ലിക് ആയിരിക്കും കൂടുതലും ഷെയർ ഹോൾഡേഴ്സ് ആയിട്ട് വരിക. കമ്പനി ഓൺ ചെയ്യുന്നതും ഈ തരത്തിലുള്ള ഷെയർ ഹോൾഡേഴ്സ് ആണ്. അതായത് ശരിക്കും കമ്പനിയുടെ ഓണേഴ്സ് എന്ന് പറയുന്നത് ഇതിന്റെ സ്മോൾ പാർട്സ് ആയിട്ട് ഡിവൈഡ് ക്യാപിറ്റൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സ് ആണ് ഇതിന്റെ ശരിക്കുമുള്ള ഓണേഴ്സ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള കമ്പനി മാനേജ് ചെയ്യുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, BOD എന്ന് പറയുന്ന ടീമായിരിക്കും. ഈ ടീമിനെ എലക്ട് ചെയ്തിട്ടുള്ള, ഇത്തരത്തിലുള്ള ഷെയർ ഹോൾഡേഴ്സിൽ നിന്നും എലക്ട് ചെയ്തിട്ടുള്ള റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇത്തരത്തിലെ പല രീതിയിൽ ഓണർഷിപ്പ് എല്ലാവർക്കും ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഒരു ഷെയർ ഹോൾഡേഴ്സിന്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് ആ ഷെയർ ഹോൾഡേഴ്സ് ക്യാരി ഓൺ ചെയ്യുന്ന ഫേസ് വാല്യൂ ഓഫ് ഷെയർസിന്റെ അത്രമായിരിക്കും. സോ ഇത്തരത്തിൽ ലിമിറ്റഡ് ആയിട്ടുള്ള കമ്പനിയുടെ കൂടെയാണ് LTD എന്ന് ചേർക്കുന്നത്. ദാറ്റ് ഈസ് ലിമിറ്റഡ്. എൻഡ് ഓഫ് ദി ഒരു പേരിന്റെ അവസാനമായിരിക്കും ഇത് ചേർക്കപ്പെടുക. ദാറ്റ് ഈസ് ലിമിറ്റഡ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഫീച്ചേഴ്സ് ആണ്. ഒന്നാമത്തെ ഫീച്ചർ ലാർജ് മെമ്പേഴ്സ് എന്നുള്ളതാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ലാർജ് ഓർഗനൈസേഷൻസിന് വേണ്ടിയിട്ടാണ് കമ്പനി, ലാർജ് ഫോം ഓഫ് ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് കമ്പനി ഫോം ചെയ്യാറുള്ളത് എന്നുള്ളത്. ഒന്ന് ലാർജ് മെമ്പേഴ്സ്, മിനിമം 2 പേരും. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ മിനിമം 2 പേരും മാക്സിമം 7 പേരുമാണ് പറ്റുന്നത്. അല്ലല്ല, ലിമിറ്റഡ് ആയിട്ടുള്ള പബ്ലിക് ലിമിറ്റഡ് കമ്പനീസിലാണ് വേണമെന്നുണ്ടെങ്കിൽ മാക്സിമം 200 പേര് വരെ പറ്റുന്ന കമ്പനി നമുക്ക് ഫോം ചെയ്യാനായിട്ട് സാധിക്കും. ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ മിനിമം 2 പേരും, പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ മിനിമം 7 പേരും. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ മാക്സിമം 200 പേരും. പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ എത്ര പേർക്ക് വേണമെങ്കിലും, അത് ലാർജ് ഫോമാണ്, അൺലിമിറ്റഡ് ആൾക്കാർക്ക് എൻട്രി ഉണ്ട്. 2, ക്രിയേറ്റഡ് ബൈ ലോ. കമ്പനീസ് ആക്ട് 2013, പണ്ട് 1956 ആയിരുന്നു, അത് അമെൻഡ് ചെയ്ത് പുതിയ ഫോമാറ്റിലേക്ക് വന്നതാണ് 2013 ലോ. ഈ ലോ പ്രകാരമാണ് കമ്പനി ഫോം ചെയ്ത് വന്നിട്ടുള്ളത്. ഇത് വളരെ ലെങ്തി ആയിട്ടുള്ള, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആണ്.
ഓരോ ലോയിലും പറയുന്നത്. നെക്സ്റ്റ് ആണ് സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് എന്നുള്ളത്. ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ ഫെമിലിയർ ആയിട്ടുണ്ടായിരിക്കും. ഒരു കമ്പനിക്ക് എപ്പോഴും ഒരു മെമ്പേഴ്സിനെ നിന്നും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അവർക്കൊരു സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ആണ് ഉണ്ടായിരിക്കുക. അതായത് അതിൻ്റെതായുള്ള പേര്, അതിൻ്റെ പ്രോപ്പർട്ടി, അതിൻ്റെ പേരുള്ള സീല്, ആ കമ്പനിക്ക് മണി ബോറോ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു സെപ്പറേറ്റ് മനുഷ്യനെ പോലെ, ഒരു സെപ്പറേറ്റ് ആർട്ടിഫിഷ്യൽ ആയിട്ടൊരു ഹ്യൂമൻ ബീയിങ്ങിനെ പോലെയാണ് ശരിക്കും ഒരു കമ്പനി. സോ കമ്പനിയും അതിലുള്ള മെമ്പേഴ്സും സെപ്പറേറ്റ് ചെയ്യപ്പെട്ടിരിക്കും. ആ കമ്പനിയുടെ പേരിൽ നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. ആ കമ്പനിക്കെതിരെ നമുക്ക് സ്യൂ ചെയ്യാനായിട്ട് പറ്റും. കമ്പനി ലീഗലി അതിനൊരു ലീഗൽ എക്സിസ്റ്റൻസ് സെപ്പറേറ്റ്ലി ഉണ്ട്. ശരിക്കും നാച്ചുറൽ പേഴ്സൺ അല്ല, അതുകൊണ്ടാണ് ഇതിനെ ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് വിളിക്കുന്നത്. സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ്, another feature of joint stock company. നെക്സ്റ്റ് ആണ് അതിനൊരു പെർമനന്റ് ലൈഫ് അല്ലെങ്കിൽ പെർപച്വൽ സക്സഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ എക്സിസ്റ്റൻസ് അതിന് ഒരു മെമ്പേഴ്സ് മരിച്ചപ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു മെമ്പർ ഇൻസോൾവെന്റ് ആകുമ്പോഴോ ഓണർഷിപ്പ് ചേഞ്ച് ആകുമ്പോഴോ ഒന്നും മാറ്റം വരുന്നതല്ല. മെമ്പേഴ്സ് വന്നും പോയിക്കൊണ്ടേയിരിക്കും, പക്ഷെ കമ്പനി ഫോർ എവർ അവിടെ ലോങ് ടേമിൽ നിലനിൽക്കും. സോ അതുകൊണ്ട് തന്നെ കമ്പനിക്ക് സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസും ആണ്, കമ്പനിക്ക് പെർമനന്റ് ലൈഫും ആണ് ഉള്ളത്. നെക്സ്റ്റ് ഫീച്ചറാണ് ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്നത്. എപ്പോഴും ഒരു കമ്പനി അഡോപ്റ്റ് ചെയ്യുന്നത് ലിമിറ്റഡ് ആയിട്ടുള്ള ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ഹോൾഡേഴ്സിന് അവസരം കൊടുക്കുകയും അവർക്ക് അത്രത്തോളം തന്നെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസ്ക് ലയബിലിറ്റി കൊടുക്കുകയും ചെയ്യുന്നു. സോ കമ്പനിയുടെ ക്രെഡിറ്റേഴ്സിന് ഒരുപാട് എമൗണ്ട് അവരിൽ നിന്ന് പിരിച്ചെടുക്കാനായിട്ട് സാധിക്കത്തില്ല. പേഴ്സണൽ പ്രോപ്പർട്ടി ഒക്കെ വിറ്റ് കൊടുക്കണമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അത്തരത്തിലുള്ള ഫീച്ചറാണ് ലിമിറ്റഡ് ലയബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. അതേസമയം അൺലിമിറ്റഡ് ലയബിലിറ്റി ആണെങ്കിലോ അതിന്റെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആയിരിക്കും. അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള വലിയ ബാധ്യതയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ പ്രോപ്പർട്ടി വരെ വിറ്റ് നമുക്ക് ആ കടം അടച്ചു തീർക്കേണ്ടതായിട്ടുള്ള അവസ്ഥ വരും. സോ ലിമിറ്റഡ് ലയബിലിറ്റി ആണ് അനദർ ഫീച്ചർ ഓഫ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. നെക്സ്റ്റ് ആണ് ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്. ശരിക്കും മറ്റുള്ള കമ്പനി ഫോം ഓഫ് ബിസിനസ് പോലെയല്ല. ഇവിടെ കമ്പനി പബ്ലിക് കമ്പനി ആയിരിക്കുമ്പോൾ അതിൻ്റെ ഷെയറുകളൊക്കെ ഫ്രീ ആയിട്ട് ട്രാൻസ്ഫറബിൾ ആണ്. മെമ്പേഴ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റുള്ള മെമ്പേഴ്സിന്റെ കൺസെന്റ് ഇല്ലാതെ തന്നെ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നൊക്കെ, ഇൻഡെക്സ്, ഇങ്ങനെയുള്ള ടേംസ് ഒക്കെ സ്റ്റോക്കും ഷെയറുകളും വിൽക്കുന്ന ഏരിയാസിൽ പറയുന്ന ടേംസ് ആണ്. സോ ഇത്തരത്തിൽ പബ്ലിക് കമ്പനിയിലെ ഷെയർസ് ഫ്രീലി ട്രാൻസ്ഫറബിൾ ആണ്. അതുപോലെ തന്നെ ഒരാൾക്ക് ഈസി ആയിട്ട് മെമ്പർ ആവാനും അതൊന്നും ഇറങ്ങി പോകാനായിട്ടും സാധിക്കും. നെക്സ്റ്റ് ഫീച്ചർ ആണ് കോമൺ സീൽ എന്ന് പറയുന്നത്. അതായത് കോമൺ സീൽ എന്ന് പറയുന്നത് ആ ഒരു കമ്പനിയുടെ ഒഫീഷ്യൽ സിഗ്നേച്ചർ പോലെയാണ്. ഓരോ കമ്പനിക്കും ഓരോ കോമൺ സീൽ ഉണ്ടായിരിക്കും. ഓരോ ഡോക്യുമെന്റും, കമ്പനിയുടെ ഓരോ ഡോക്യുമെന്റിലും ആ സീൽ ഉണ്ടായിരിക്കും. ആ സീൽ ഇല്ലെങ്കിൽ അത് ആ കമ്പനിയുമായിട്ട് ഒരു ബന്ധവുമില്ല, വാല്യൂലെസ് ആയിട്ടുള്ള ഫോമാറ്റിലായിരിക്കും പോയിക്കൊണ്ടിരിക്കുക. സോ കോമൺ സീൽ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് കോമൺ സീൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. കമ്പനിയെ ഓൺ ചെയ്യുന്നത് ഷെയർ ഹോൾഡേഴ്സ് ആണ്. ഈ ഷെയർ ഹോൾഡേഴ്സിനകത്തു നിന്നും കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിട്ട് എലക്ട് ചെയ്യപ്പെടുന്നു. അവരാണ് ശരിക്കും കമ്പനിയുടെ മാനേജ്മെന്റ് ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. സോ ഓണർഷിപ്പും മാനേജ്മെന്റും പരസ്പരം സെപ്പറേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണല്ലോ ബിസിനസ് എന്ന് പറയുന്നത്. ഈ പേഴ്സൺ ഇത്തരത്തിലുള്ള മാനേജിങ് കേപ്പബിലിറ്റി ഉള്ള ഡയറക്ടേഴ്സിനെയും മാനേജേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഓണർഷിപ്പും മാനേജ്മെന്റും സെപ്പറേറ്റ് ആണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. നെക്സ്റ്റ് കമ്പൽസറി രജിസ്ട്രേഷൻ ആണ്. അതായത് പാർട്ണർഷിപ്പിൽ നമുക്കറിയാം നമുക്ക് ഓപ്ഷണൽ ആയിട്ടുള്ള രജിസ്ട്രേഷൻ കേപ്പബിലിറ്റി ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ കമ്പനീസിലേക്ക് വരുമ്പോഴത്തേക്കും കമ്പനീസ് മസ്റ്റ് ആയിട്ടും നിങ്ങൾ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ, കമ്പനി ആയിട്ടാണ് ഫോം ചെയ്യുന്നതെങ്കിൽ അത് രജിസ്റ്റർ ചെയ്തിരിക്കണം. എല്ലാ കമ്പനീസും 2013 കമ്പനീസ് ആക്ട് പ്രകാരം കമ്പൽസറി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് വളരെ ഹ്യൂജ് ആയിട്ടുള്ള ക്യാപിറ്റൽ ഉണ്ട് എന്നുള്ളതാണ്. ഒരു കമ്പനിക്ക് വളരെ അധികം ഹ്യൂജ് ആയിട്ടുള്ള ക്യാപിറ്റൽ റേസ് ചെയ്യാൻ പറ്റും. എങ്ങനെ റേസ് ചെയ്യാൻ പറ്റും? ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ട്, ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തുകൊണ്ട്. ബിക്കോസ് അതിനൊരു ലിമിറ്റ് ഒന്നുമില്ല. മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ്
പബ്ലിക് ലിമിറ്റഡ് കമ്പനിക്ക് ഒരു ലിമിറ്റ് ഇല്ല എന്നുള്ളത് നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ അതുകൊണ്ട് തന്നെ വളരെ അധികം ഗ്രോത്തും എക്സ്പാൻഷനും കിട്ടാൻ സാധ്യതയുള്ള ഏരിയയാണ് ഇത്തരത്തിലുള്ള ജോയിന്റ് സ്റ്റോക്ക് കമ്പനിക്കുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഹ്യൂജ് ക്യാപിറ്റൽ, വൺ ഓഫ് ദി ബെസ്റ്റ് അഡ്വാൻറ്റേജസ് ഓഫ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. 2, ലിമിറ്റഡ് ലയബിലിറ്റി. ലയബിലിറ്റി ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഓഫ് എ കമ്പനി ലിമിറ്റഡ് ആയിരിക്കും. എത്തരത്തിൽ ലിമിറ്റഡ് ആയിരിക്കും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എത്രത്തോളം ഷെയർ ആണോ അവർ പർച്ചേസ് ചെയ്തിരിക്കുന്നത്, ആ ഫേസ് വാല്യൂ ഓഫ് ഷെയർസിന്റെ അത്രമായിരിക്കും അവരുടെ ലയബിലിറ്റി ലിമിറ്റഡ്. പേഴ്സണൽ പ്രോപ്പർട്ടി ഒന്നും അറ്റാച്ച് ചെയ്യേണ്ടതായിട്ട് വരത്തില്ല. കമ്പനി ഏതെങ്കിലും തരത്തിൽ ക്രെഡിറ്റേഴ്സ്, അതായത് കടം തന്നിട്ടുള്ള ആളുകൾക്ക് തിരിച്ചു കൊടുക്കാൻ, ലോൺ തന്നിട്ടുള്ള ആളുകൾക്ക് തിരിച്ചു കൊടുക്കാനുണ്ടെങ്കിൽ അവരുടെ ലയബിലിറ്റി എത്രയാണോ അത്രയും മാത്രം കോൺട്രിബ്യൂഷൻ അവർ ഇട്ടാൽ മതി. അത് അവരുടെ റിസ്ക് വളരെയധികം കുറയ്ക്കുകയും ഫണ്ട് സേഫ് ആയിട്ട് വെക്കുകയും ചെയ്യും. നെക്സ്റ്റ് അഡ്വാൻറ്റേജ് ആണ് ഓൾറെഡി ഫീച്ചറിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. ഒരു കമ്പനിയുടെ ഷെയർ എന്ന് പറയുന്നത് ജനറലി സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യപ്പെടുകയും അതിൽ ത്രൂ ഷെയർസ് ഏത് സമയം വേണമെങ്കിലും നമുക്ക് വിൽക്കാനും വാങ്ങാനും പറ്റുകയും ചെയ്യും. അതായത് അതിന് മറ്റുള്ള മെമ്പേഴ്സിന്റെ പെർമിഷൻസ് എടുക്കേണ്ട ആവശ്യമില്ല. വളരെയധികം ലിക്വിഡിറ്റി ഉള്ള ഒരു ഏരിയയാണ് ഇത്തരത്തിലുള്ള ഷെയർ എന്ന് പറയുന്നത്. എന്താണ് ലിക്വിഡിറ്റി? പെട്ടെന്ന് ക്യാഷിലാക്കാൻ പറ്റുന്ന ഫോമാറ്റിലുള്ളതിനെയൊക്കെ നമുക്ക് എന്തെന്ന് പറയാം, ലിക്വിഡ് ഫോം എന്ന് പറയാം. അതായത് ഇപ്പൊ നമുക്ക് ഇപ്പൊ കറണ്ട് അസറ്റിലൊക്കെ ലിക്വിഡിറ്റി ഉള്ളതാണ്. ഇപ്പൊ നമുക്ക് ക്യാഷ്, ബാങ്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് ക്യാഷ് ആയിട്ട് കിട്ടും. അത് ലിക്വിഡിറ്റി ഉള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്. ബിൽ റിസീവബിൾസ്, ഇതൊക്കെ ലിക്വിഡിറ്റി ഉള്ള കറണ്ട് അസറ്റ് ആയിട്ട് വരും. പക്ഷെ ഇതിന്റെ കേസ് പ്രൈവറ്റ് കമ്പനിയുടെ കേസിൽ ഇത് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ കാര്യമാണ് നമ്മൾ കോമൺ ആയിട്ട് പറഞ്ഞു പോകുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എക്കണോമീസ് ഓഫ് ലാർജ് സ്കെയിൽ എന്നുള്ളതാണ്. ഹ്യൂജ് ക്യാപിറ്റലും കൃത്യമായിട്ടുള്ള പ്രൊഫഷണൽ മാനേജ്മെന്റും ലാർജ് സ്കെയിൽ തരത്തിലുള്ള പ്രൊഡക്ഷൻസിനെയും ഓപ്പറേഷൻസിനെയും സഹായിക്കും. ഒരു കമ്പനി ഫുള്ളി സെക്യൂർ ആയിട്ട് എല്ലാ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷന്റെ അഡ്വാൻറ്റേജസും കിട്ടിയാണ് വർക്ക് ചെയ്യുന്നത്. സോ ഇവർ ചെയ്യുന്നത് അത്തരത്തിലുള്ള എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. പർച്ചേസിങ്ങും മാർക്കറ്റിങ്ങും ഒക്കെ ഒരു ലാർജ് സ്കെയിലായിരിക്കും ഇവർ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് എഫിഷ്യന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി ഇപ്പൊ കോപ്പറേറ്റീവ് ഓർഗനൈസേഷന്റെ കാര്യത്തിലൊക്കെ ഡിസ്കസ് ചെയ്യുന്ന പോലെ തന്നെ അവിടെയൊക്കെ ഒരു എഫിഷ്യൻസി മാനേജ്മെന്റിൽ വരാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ഇവിടെ പ്രൊഫഷണൽ മാനേജേഴ്സിനെ അഫോർഡ് ചെയ്യാനായിട്ട് ഒരു കമ്പനിക്ക് പറ്റും. ബിക്കോസ് അവർ ലാർജ് സ്കെയിലിൽ വർക്ക് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ അവർക്ക് ഹയർ സാലറി കൊടുത്ത് നല്ല എഫിഷ്യൻസി ഉള്ള മാനേജ്മെന്റിന്റെ കാര്യങ്ങൾ നോക്കാൻ കപ്പാസിറ്റി ഉള്ള മാനേജേഴ്സിനെ അവർക്ക് വെക്കാൻ പറ്റും. അതുവഴി എന്ത് സംഭവിക്കുന്നു? നല്ല തരത്തിലുള്ള എഫിഷ്യൻസി ഓഫ് മാനേജ്മെന്റ് ഇൻക്രീസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. നെക്സ്റ്റ് വണ്ണാണ് പബ്ലിക് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. കമ്പനി എല്ലായ്പ്പോഴും മിക്കപ്പോഴും പബ്ലിക് കോൺഫിഡൻസ് എൻജോയ് ചെയ്യുന്ന ആളുകളാണ്. നല്ല രീതിയിലുള്ള കമ്പനിക്ക് നല്ല റെപ്യൂട്ടേഷൻ ഉണ്ടെങ്കിൽ, ഗുഡ് വിൽ ഉണ്ടെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് പബ്ലിക്കിന്റെ അടുത്തുനിന്ന് ഒരു കോൺഫിഡൻസ് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അവർക്ക് ലീഗൽ ആയിട്ടുള്ള റെഗുലേഷൻസ് ക്യാരി ഓൺ ചെയ്യാനും ആക്ടിവിറ്റീസ് പ്രോപ്പറായിട്ട് ക്യാരി ഓൺ ചെയ്യാനും ഗവൺമെന്റ് കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്യുകയും സ്ക്രൂട്ടിനൈസ് ചെയ്യുകയും ഒക്കെ കൂടെ ചെയ്താൽ അതെല്ലാം കറക്റ്റായിട്ട് ഫോർമാറ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഗവൺമെന്റ് ഓഡിറ്റ് ചെയ്ത് ക്ലിയറൻസ് കൊടുത്ത ഒരു ബിസിനസ് ആണെന്നിരിക്കട്ടെ, ഒരു കമ്പനിയാണെന്നിരിക്കട്ടെ, അവർക്ക് എപ്പോഴും എന്തുണ്ടായിരിക്കും? ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കും. ട്രസ്റ്റ് കൊടുക്കും പബ്ലിക് കമ്പനി, ആ പബ്ലിക് കമ്പനി കൊള്ളാം, ഒരു ട്രസ്റ്റ് അവിടെ ഫോർമാറ്റിൽ രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് ലോങ് ടൈം പ്രോജക്ട്സ് എന്ന് പറയുന്നത്. ഒരു കമ്പനി എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ടൈം ആക്ടിവിറ്റി അല്ല. കമ്പനി ഫോം ചെയ്തിരിക്കുന്ന ഒരു കണ്ടിന്യൂസ് സ്റ്റെബിലിറ്റിയോട് കൂടിയായിരിക്കണം. ഫണ്ട്സ് പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നതും ഷെയർ ഹോൾഡേഴ്സിനെ കറക്റ്റായിട്ട് വിഡ്രോവൽ ചെയ്യാൻ പറ്റുന്നതും വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് മാത്രം വിഡ്രോ ചെയ്താൽ മതി എന്നൊരു മൈൻഡ് സെറ്റ് കയറ്റി കൊടുക്കുന്നതും ഒക്കെ ലോങ് ടൈം പ്രോജക്ട്സിന്റെ കാര്യത്തിൽ വർക്ക്ഔട്ട് ആവും. സോ കമ്പനി ലോങ് ടൈം പ്രോജക്ട്സ് ആണ് എപ്പോഴും അട്രാക്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അത്തരത്തിൽ ബിസിനസ്സിലേക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് വരികയും ചെയ്യും. നെക്സ്റ്റ് ആണ് പെർപച്വൽ എക്സിസ്റ്റൻസ് എന്നുള്ളത്. അതായത് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. കമ്പനിയെ ഒരിക്കലും അവിടെയുള്ള ആളുകളുടെ മെമ്പേഴ്സിന്റെ ഡെത്തോ ഡെസിഗ്നേഷനോ അവളുടെ ഇൻസോൾവൻസിയോ ഒന്നും ബാധിക്കുന്നില്ല. സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ആണ് ഒരു കമ്പനിക്ക് ഉള്ളത്. നെക്സ്റ്റ് ആണ് ഗ്രേറ്റർ സ്കോപ്പ് ഓഫ് എക്സ്പാൻഷൻ. നമുക്ക് ഒരുപാട് റീറ്റെയിൻഡ് ഏർണിങ്സും അതേപോലെ വാസ്റ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ റിസോഴ്സസും ഒക്കെ അവൈലബിൾ ആണ്. കൂടാതെ തന്നെ എഫിഷ്യന്റ് ആയിട്ടുള്ള മാനേജറിയൽ കപ്പാസിറ്റിയും ഉണ്ടായിരിക്കും. അപ്പൊ അതുവഴി കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും?
എക്സ്പാൻഷൻ നന്നായിട്ട് നടക്കും. എന്തൊക്കെയാണ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ഫോം ചെയ്യാനായിട്ട് ഡിഫിക്കൽട്ടാണ്, ഡിഫിക്കൽട്ടി ഓഫ് ഫോർമേഷൻ. ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് മെയിൻ ആയിട്ടും പറയുന്നതാണ്, നമുക്ക് ഈസി ആയിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്യുന്നത് പോലെയോ ഒരു സോൾ ട്രേഡ്ഷിപ്പ് ഫോം ചെയ്യുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെയോ ഒന്നും നമുക്ക് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. വളരെ ടൈം എടുക്കുന്ന എക്സ്പെൻസീവ് ആയിട്ടൊരു പ്രോസസ്സാണ് ഈ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഫോമാറ്റിൽ ഉള്ളത്. ഒരുപാട് ഡോക്യുമെന്റ്സ് ഫില്ല് ചെയ്യണം, ഒത്തിരി ലീഗൽ ഫോർമാലിറ്റീസ് ഓവർകം ചെയ്യണം. രണ്ടാമതാണ് ഡിലേ ഇൻ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ഒരുപാട് മാറ്റേഴ്സ് ഡിസ്കസ് ചെയ്ത് വീണ്ടും ഇത് ബോർഡ് ഓഫ് മീറ്റിംഗ്സിൽ വരുത്താനായിട്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സ് മാത്രമേ ഷെയർ ഹോൾഡേഴ്സിൽ നിന്നും അപ്രൂവൽ കിട്ടുകയും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുള്ളൂ. സോ ഇത്തരത്തിൽ ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും, കുറേ സ്റ്റെപ്സ് ഉണ്ട്. സോ അതിനൊരു ഡിലേ വരും. തേർഡ് ഡിസഡ്വാൻറ്റേജ് ആണ് ലാക്ക് ഓഫ് സീക്രസി എന്ന് പറയുന്നത്. ഒരു കമ്പനിയിൽ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നത് ബോർഡ് മീറ്റിംഗിലായിരിക്കും. അപ്പൊ കമ്പനി എല്ലാ റിപ്പോർട്ട്സും അവരുടെ അക്കൗണ്ട്സും ഒക്കെ ആനുവൽ അക്കൗണ്ട്സും ഒക്കെ ഈ പബ്ലിക്കിന് ജനറൽ ബോഡിയിൽ പബ്ലിഷ് ചെയ്യേണ്ടതായിട്ട് വരും. ഇത് ജനറൽ പബ്ലിക്കിനും അവൈലബിൾ ആയിരിക്കും. സോ ഇത്തരത്തിലുള്ള സീക്രട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ലാക്ക് ഓഫ് സീക്രസിയാണ് നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് ആണ് എക്സസീവ് റെഗുലേഷൻ ഓഫ് ലോ എന്ന് പറയുന്നത്. കമ്പനീസ് ആക്ട് 2013 പ്രകാരമാണ് രജിസ്റ്റർ ചെയ്യുന്നത് നമ്മൾ പറയുന്നു. ഇത്തരത്തിൽ ഒരുപാട് നൂലാമാലകൾ, ലീഗലി ഉള്ള നൂലാമാലകൾ, ഒത്തിരി റിപ്പോർട്ട്സും റിട്ടേൺസും ഒക്കെ ഒരു കമ്പനിക്ക് ഒരു അതോറിറ്റിയുടെ മുമ്പിൽ പ്രസന്റ് ചെയ്താണ്ട് വരും. ഇതിന് ഒരുപാട് ടൈമും മണിയും ആവശ്യമായിട്ടുണ്ട്. സോ ഇത്തരത്തിൽ ഒരുപാട് റെഗുലേഷൻ ഓഫ് ലോ വരുമ്പം അവർക്ക് അവരുടെ ഗ്രോത്ത് കുറയും. അപ്പൊ അത്തരത്തിൽ അവർ ഫ്ലെക്സിബിൾ ആയിരിക്കത്തില്ല. സോ അതാണ് 5th പോയിന്റ് ആയിട്ട് പറയുന്നത്. ദാറ്റ് ഈസ് ലാക്ക് ഓഫ് ഫ്ലെക്സിബിലിറ്റി. ഒരു കമ്പനി ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് അതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ മെൻഷൻ ചെയ്തിരിക്കണം. ഇത്തരത്തിൽ ആ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, അത് അവരുടെ ബുക്കാണ്, ഒബ്ജക്റ്റീവ്സ് പറഞ്ഞിരിക്കുന്ന ബുക്ക്. ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റീവ് അല്ലാതെ വേറെ ഒരു തരത്തിലുള്ള ഒബ്ജക്റ്റീവ്സും അവർക്ക് ഉണ്ടാവാൻ പാടില്ല. അത് അവർക്ക് കണ്ടീഷൻസ് ഒന്നും ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല. നെക്സ്റ്റ് ആണ് ഡെവലപ്മെന്റ് ഓഫ് മൊണോപ്പൊളി എന്ന് പറയുന്നത്. ജോയിന്റ് സ്റ്റോക്ക് ഫോം ഓഫ് ഓർഗനൈസേഷൻ ലാർജ് സ്കെയിൽ ബിസിനസ്സുകളാണ്. അങ്ങനെ ഒരുപാട് ക്യാപിറ്റലൊക്കെ ഇട്ട് ഒരുപാട് ലാർജ് സ്കെയിലിൽ ഇവർ ബിസിനസ് ഫോമാറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഇത് ഒരു കോൺസെൻട്രേഷൻ ഓഫ് എക്കണോമിക് പവർ ടു എ ഗ്രൂപ്പ്. അവർക്ക് വേണ്ടി മാത്രം ഒരുപാട് പണം വരും, അവർക്ക് അതിൽ കുത്തക വരാനുള്ള സാധ്യതയുണ്ട്. സോ ഡെവലപ്മെന്റ് ഓഫ് മൊണോപ്പൊളിയാണ് നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജ്. നെക്സ്റ്റ് വൺ ഈസ് അൺഹെൽത്തി സ്പെക്കുലേഷൻ. ഷെയർസ്, മാർക്കറ്റിംഗ്, സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഇതിൽ ഒരുപാട് ബിസിനസ് നടക്കുന്ന ഏരിയയാണ്. സോ ഇതുവഴി ഡയറക്ടേഴ്സിനൊക്കെ ഇൻഫർമേഷൻസ് ഡയറക്റ്റ് ആയിട്ട് കിട്ടുകയും അവർക്ക് വേണമെങ്കിൽ പേഴ്സണൽ അഡ്വാൻറ്റേജ് അതിൽ നിന്ന് എടുക്കാനായിട്ടും പറ്റും. ഇപ്പൊ ഡയറക്ടേഴ്സിന് വേണമെങ്കിൽ ഈ ഷെയറിന് ഇനി ഇത്ര പ്രൈസ് കൂടാം, സോ അതുകൊണ്ട് ഈ ഷെയർ കുറെ വാങ്ങിച്ചു വെച്ചിട്ട് പ്രൈസ് കൂടുമ്പോൾ വിൽക്കാം എന്നൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റും. അതായത് ഒരു കമ്പനിയുടെ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ മാനേജ്മെന്റിന് അറിയാൻ പറ്റും. സോ അവർക്ക് സ്പെക്കുലേഷൻ നടത്താൻ പറ്റും. ഇങ്ങനത്തെയുള്ള അൺഹെൽത്തി ആയിട്ടുള്ള സ്പെക്കുലേഷൻസ് വരാനുള്ള സാധ്യതയും ഇത്തരത്തിലുള്ള ജോയിന്റ് സ്റ്റോക്ക് കമ്പനിക്ക് ഉണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ്. ദാറ്റ് ഈസ് ടൈപ്പ് ഓഫ് കമ്പനീസ്. മെയിൻ ആയിട്ട് 3 തരത്തിലുള്ള കമ്പനിയാണ് ഉള്ളത്. 2 എണ്ണം ഓൾറെഡി നിങ്ങളിപ്പോൾ ഫെമിലിയർ ആയിട്ടുണ്ട്, പ്രൈവറ്റ് കമ്പനിയും പബ്ലിക് കമ്പനിയും. തേർഡ് വൺ ആണ് 1 person കമ്പനി. എന്താണ് പ്രൈവറ്റ് കമ്പനി? പ്രൈവറ്റ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഉള്ള കമ്പനീസ് ആണ് പ്രൈവറ്റ് കമ്പനി എന്ന് പറയുന്നത്. അവിടെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യാനുള്ള റൈറ്റ് വളരെയധികം കുറവായിരിക്കും. ഭയങ്കര റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഷെയർ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. അവർക്ക് മാക്സിമം 200 പേരെ വരെ മെമ്പേഴ്സ് ആക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതേപോലെ പബ്ലിക്കിന് ഇൻവിറ്റേഷൻ കൊടുക്കത്തില്ല, അതിന് വളരെയധികം റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യാനും ഡിബഞ്ചേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ. അവർക്ക് മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ₹1 lakh ആണെന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് പ്രൈവറ്റ് കമ്പനി. മെയിൻ ആയിട്ട് minimum number of 2, maximum number of 200. They can't transfer shares. They are the company by its articles of association. Minimum paid up capital ₹1 lakh. പ്രൈവറ്റ് കമ്പനിയിൽ പ്രൈവറ്റ് കമ്പനിയുടെ പേരിനോട് ചേർന്ന് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും.
ഇനി എന്താണ് പബ്ലിക് കമ്പനി നോക്കാം. പബ്ലിക് കമ്പനി എന്ന് പറയുന്നത് പ്രൈവറ്റ് കമ്പനി അല്ലാത്ത എല്ലാ കമ്പനികളും പബ്ലിക് കമ്പനികളാണ്. ഈ കമ്പനി എന്ന് പറയുന്നത് ഫോളോ ചെയ്യുന്നത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ തന്നെയാണ്. അവിടെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. മെമ്പേഴ്സിന് ഈസി ആയിട്ട് ഷെയർ ട്രാൻസ്ഫർ ചെയ്യാനായിട്ടും സാധിക്കും. 200 പേരെ ലിമിറ്റും ഒന്നുമില്ല. അവർക്ക് മാക്സിമം എത്ര പേരെ വേണമെങ്കിലും പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിലോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഈസി ആയിട്ട് ജനറൽ പബ്ലിക്കിന് ഇൻവിറ്റേഷൻ കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് സാധിക്കും. ഷെയർസും ഡിബഞ്ചേഴ്സും ഒക്കെ. മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ വരേണ്ടത് ₹5 lakh ആണ്. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് എത്രയായിരുന്നു? 1 lakh ആയിരുന്നു. പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിലോട്ട് വരുമ്പോഴത്തേക്കും 5 lakh ആണ്. മിനിമം നമ്പർ ഓഫ് ആൾക്കാർ വേണ്ടത് 7 പേരാണ്. പബ്ലിക് കമ്പനിയുടെ കൂടെ പേരിന്റെ കൂടെ ചേർക്കുന്നതാണ് ലിമിറ്റഡ്. പബ്ലിക് ലിമിറ്റഡ്. വെറും ലിമിറ്റഡ് എന്ന് കണ്ടു കഴിഞ്ഞാൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് കണ്ടാൽ പ്രൈവറ്റ് കമ്പനിയാണെന്നും ലിമിറ്റഡ് എന്ന് കണ്ടു കഴിഞ്ഞാൽ പബ്ലിക് കമ്പനിയാണെന്നും, അതായത് ലിമിറ്റഡ് ലയബിലിറ്റി ആണെന്നുള്ളതാണ് അവിടെ മെൻഷൻ ചെയ്ത് പോകുന്നത്. ഇനി ഫൈനൽ വൺ നമുക്ക് നോക്കാനുള്ളത് 1 person കമ്പനിയാണ്. 1 person കമ്പനി എന്ന് പറഞ്ഞത് only a natural person who is an Indian citizen and resident in India can be eligible to incorporate OPC അല്ലെങ്കിൽ 1 person കമ്പനി. ആ ഒരു വ്യക്തി നാച്ചുറൽ ആയിട്ടൊരു മനുഷ്യനായിരിക്കണം, ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, ഇന്ത്യയിലെ ഒരു റെസിഡന്റ് ആയിരിക്കണമെങ്കിൽ മാത്രമേ അയാൾക്ക് 1 person കമ്പനി ആവാനായിട്ട് സാധിക്കത്തുള്ളൂ. No other person shall be eligible to incorporate as a 1 person company. 1 person കമ്പനിയിൽ ഒരു പരിധിയിൽ കൂടുതൽ ക്യാപിറ്റൽ വന്നു കഴിഞ്ഞാൽ, ഇഫ് ദ ക്യാപിറ്റൽ എക്സീഡ്സ് 50 lakhs or its average turnover during year exceeds 2 crores, ആ കമ്പനി പ്രൈവറ്റ് ഓണോ പബ്ലിക് ഓണോ ആയിട്ടുള്ള കമ്പനി ആയിട്ട് ഓട്ടോമാറ്റിക്കലി മാറും. അതാണ് 1 person കമ്പനിയുടെ പ്രത്യേകത. അതായത് ഒറ്റയ്ക്ക് ഒരാൾ തുടങ്ങുന്ന ബിസിനസ് ആണ്, അയാൾ ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, റെസിഡന്റ് ഇൻ ഇന്ത്യ ആയിരിക്കണം, വേറെ ആർക്കും തുടങ്ങാൻ പറ്റത്തില്ല. അയാളുടെ ക്യാപിറ്റൽ 50 ലക്ഷത്തിൽ കൂടിയാലോ ആനുവൽ ടേൺ ഓവർ 2 കോടിയിൽ കൂടിയാലോ ഇത് ഓട്ടോമാറ്റിക്കലി പ്രൈവറ്റ് കമ്പനിയോ പബ്ലിക് കമ്പനിയോ ആക്കി കൺവേർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ മെയിൻ ആയിട്ടും പബ്ലിക് കമ്പനിയും പ്രൈവറ്റ് കമ്പനിയും എന്താണെന്നുള്ള ഡിഫറൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന്റെ മെമ്പേഴ്സ് എന്തൊക്കെയാണ്? മിനിമം 7 പേരും മാക്സിമം അൺലിമിറ്റഡുമാണ് പബ്ലിക് കമ്പനിയിൽ. മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് വരേണ്ടത് 3 ആണ്. അതിലുള്ള മെമ്പേഴ്സിന്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത് വളരെയധികം കമ്പൽസറി ആണ്. ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. പബ്ലിക്കിന് ഈസി ആയിട്ട് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ പ്രൈവറ്റ് കമ്പനിക്ക് എങ്ങനെയാണ്? മിനിമം 2 പേരെ പറ്റൂ, മാക്സിമം 200 പേരെ പറ്റൂ, മിനിമം 2 ഡയറക്ടേഴ്സ് എങ്കിലും ഉണ്ടായിരിക്കണം. അവർക്ക് മെമ്പേഴ്സിനെ പറ്റി പറയണം എന്നുള്ളത് കമ്പൽസറി ഒന്നുമല്ല. ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാൻ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല ഷെയർസ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ. സോ ഇത്രയും കാര്യങ്ങളാണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അതിന്റെ ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, അതുപോലെ ടൈപ്സ് ഓഫ് കമ്പനീസ്. ഫൈനലി അതിന്റെ ഒരു ഡിഫറൻസ് നമ്മൾ നോക്കി.